ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വാഴയ്ക്കാപ്പങ്ങ് താടേ. എന്ത് അത്ഭുതമാണിത്. അതീന്നും അത്ഭുതമാണതാ ഇത്. ഈ ഉഴുന്നോടെയൊക്കെ ആരളി ആദ്യം കണ്ടുപിടിച്ച? എന്റെ കൊച്ചച്ഛന്റെ ഇളയൊരച്ഛനാ. അളിയ ഇതൊക്കെ അങ്ങ് പ്രാചീന കാലം തൊട്ടേ വന്നതല്ലേ. ആദ്യം ഉഴുന്നോടെ നല്ലായിരുന്നു പേര്. പിന്നെന്തായിരുന്നു? കൊച്ചച്ഛന്റെ കാര്യം അതും ചുമ്മാ പറഞ്ഞാണേ. തൊളവട തൊളയായി, പിന്നെ അതിൽ ഉഴുന്നായി. പലരും പല പേരാ വിളിക്കുന്ന. ഉഴുന്നുവട, തൊളവട, ഓട്ടവട, മുളക് വട, രസവട, അരിവട, പൊരിവട. എടാ ഉഴുന്നവിടെ നിക്കട്ട്. പഴംപൊരിയാ നമ്മളിവിടെ പഴംപൊരി. ചിലയിടത്ത് വാഴയ്ക്കാപ്പം, ചിലയിടത്ത് സുഖിയാനാണോ, പിന്നെ രതീഷ്, സതീഷ്, സുമേഷ്, അങ്ങനെ പലതൊക്കെ. അത്രയും പേര് കേട്ട ഈ സാധനം ഉണ്ടല്ലോ. തിന്നാൻ പറ്റാത്ത ആളെ ഞാൻ പുറത്തു പോകാത്ത. എന്തിന്റെ പുറത്ത്? ലണ്ടൻ, മേട്ടുപ്ലയം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ. അല്ലാതെ പണിയൊന്നും അവിടെ ആവാത്തോണ്ടല്ല. ഉഴുന്നുവട ചമ്മന്തി എന്റെ മച്ചാനെ സീനാണ്. എന്നാലും ഈ വടകൾക്കൊക്കെ ഇതാണ് ഷേപ്പ് എന്ന് ആരായിരിക്കും ആദ്യം കണ്ടെത്തിയ? ഉഴുന്നുവടക്ക് ഒരു ഓട്ട വേണം, ഉള്ളിവട ഇങ്ങനെ ഇരിക്കണം, വാഴയ്ക്കപ്പം നീണ്ടിരിക്കണം. ഇത് ഭയങ്കര അത്ഭുതമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ ബോണ്ട എങ്ങടെ ഇത്ര കറക്റ്റ് ഉരുണ്ട് ബാള് കണക്കിരിക്കുന്ന ഇതെന്ത് മനുഷ്യന്മാരാടാ ഇത്? തീറ്റയ്ക്ക് വേണ്ടി ജനിച്ചാടാ. ആരളിയ ഈ എണ്ണയൊക്കെ തിളപ്പിച്ച് ഇതിലിട്ടാണ് പൊരിക്കണെന്ന് കണ്ടുപിടിക്കുന്ന? അളിയ ഈ വടയൊന്നും കണ്ടെത്താത്ത നാളിലാണ് നമ്മൾ ജനിച്ചിരുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടെത്തേണ്ടി വന്നേനാ. ഇതിപ്പോ വേറെ ആൾ കണ്ടെത്തി വെച്ചാൽ നമുക്കിപ്പോ തിന്നാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും കണ്ടെത്താത്ത കാലത്ത് നമ്മൾ കണ്ടെത്തേണ്ടി വന്നേനാ. എന്ത് അടിപൊളി ജീവിതം ഇത്. സത്യം, നമുക്കൊന്നും കണ്ടെത്തേണ്ടി വന്നില്ല. നമ്മളെ പൂർവികരെല്ലാം കണ്ടെത്തിയോണ്ടേ നമുക്ക് തിന്നാനുള്ള ഭാഗ്യം കിട്ടി. വി ആർ ലക്കി. നമ്മൾ ഭാഗ്യം ചെയ്തോടാ സത്യം.